ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാധാരണ നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഒരു എന്താണ് പാട്ടുകളാണല്ലോ പാടുന്നത്. അപ്പം നിങ്ങൾ തമിഴിൽ കണ്ടു കാണും. നമ്മൾക്കിപ്പോൾ ഈ പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സംഗതികൾ വരുന്നില്ല, അല്ലെങ്കിൽ ഭാവം വരുന്നില്ല, അല്ലെങ്കിൽ എന്താണ് എത്ര ശ്രമിച്ചിട്ടും ശബ്ദം വഴങ്ങുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ, സിനിമാ പാട്ട് നല്ല രീതിയിൽ പാടണം എന്നുണ്ടെങ്കിൽ എന്താണ് സംഗീതം അഗാധമായി പഠിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സംഗീതം പഠിച്ചാൽ നല്ലത്. സംഗീതം പഠിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംഗീതം പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു കാര്യം. പക്ഷേ സംഗീതം പഠിച്ചില്ല എങ്കിൽ പോലും സിനിമാ ഗാനങ്ങൾ പാടുന്നതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് പാടാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കയറി ആദ്യമേ ഹരിമുരളീരവും പ്രമദവനവും ഒന്നും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് പാടാൻ പറ്റുന്ന, നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ചില പാട്ടുകൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യം. അതായത് എനിക്കിതിനകത്ത് വലിയ സംഗീതത്തിൽ അപാരമായിട്ടുള്ള പാണ്ഡിത്യം ഒന്നും ഉള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഞാൻ ചെയ്ത, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകൾ ചെയ്തപ്പോൾ എനിക്ക് ഉണ്ടായ, എൻ്റെ ശബ്ദത്തിനുണ്ടായ, അല്ലെങ്കിൽ എനിക്ക് പാടുമ്പോൾ ഉണ്ടായിട്ടുള്ള ഈസി ആയിട്ട് പാടാൻ പറ്റിയ ആ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അത് വളരെ കൗതുകം അല്ല, ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മൾ ഈ സംഗതികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പം ചിലപ്പം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും തുടക്കത്തിലേ ഉള്ളത്. അതായത് സ്വരസ്ഥാനങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണം. ഇങ്ങനെ ഈ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു ശ്രുതി ബോക്സ് മേടിക്കണം ആദ്യം. ഒരു 2000-2500 രൂപയാവും. അപ്പം ഈ 2500 രൂപയ്ക്ക് ഈ ശ്രുതി ബോക്സ് മേടിച്ചിട്ട് ഇതുപോലെ സാരേ ഗമ പ ധ നി സ സ നി ധ പ മ ഗ രേ സ ഇങ്ങനെ ഒന്ന് പാടി നോക്കുക എന്നുള്ളതാണ് ആദ്യമേ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അത്യാവശ്യം ശബ്ദമുള്ള ആളുകളുടെ കാര്യമാണ്. നമുക്ക് നല്ലൊരു ശബ്ദമുണ്ട്, നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിവിനെ ഒരുപാട് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. ദാസേട്ടന് മാത്രമല്ല, SPB സാറിന് മാത്രമല്ല, നമുക്കും ഇതൊക്കെ സാധിക്കും. പക്ഷെ കഷ്ടപ്പെടണം എന്നുള്ളത് ഇച്ചിരി ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിൽ നമ്മൾ ഇതിന് മെനക്കണം എന്നുള്ളതാണ്. അവരൊക്കെ ഒരുപാട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് മുന്നേറി വന്ന ആളുകളാണ്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് നല്ലൊരു ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സംഗീതം ഒരുപാട് പഠിക്കാതെ തന്നെ ബേസിക് ആയിട്ടുള്ള ഈ സപ്തസ്വരങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമാ പാട്ടുകൾ ഈസി ആയിട്ട് പാടാൻ പറ്റും. അതിന് പറ്റുന്ന കുറച്ച് പ്രാക്ടീസുകളുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് അനുഭവമായിട്ടുള്ള ഒരു കാര്യം, ഈ കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സപ്തസ്വരങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതായത് ശ്രുതിക്കൊത്ത് ആ സ്വരങ്ങൾ പാടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. സ്വരങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. അതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം സ്വരസ്ഥാനങ്ങളൊന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സ്വരസ്ഥാനങ്ങൾ അറിയണം എന്നുള്ളത് ഉണ്ടെങ്കിൽ, സ്വരസ്ഥാനങ്ങൾ ഈ സ്വരസ്ഥാനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 3-4 ദിവസത്തെ ഒരു ചെറിയ ക്ലാസ്, അതെന്ന് വെച്ചാൽ വലിയ ക്ലാസ് എടുക്കാനുള്ള അറിവൊന്നും എനിക്കില്ല, ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിനകം നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാര്യം നല്ലൊരു ശബ്ദത്തിനുടമയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറേ പ്രാക്ടീസുകളാണ് ഇതെല്ലാം. ഇത് കൃത്യമായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സരിഗമ എന്നുള്ള സപ്തസ്വരങ്ങൾ പഠിക്കുക എന്നുള്ളത്, അത് ശ്രുതിയുമായി ചേർന്നുകൊണ്ട് അത് പാടി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡിൽ അത് ആദ്യം കൊണ്ടുവരണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. സാരേ ഗമ പ ധ നി സ സ നി ധ പ മ ഗ രേ സ ഇങ്ങനെ പാടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അത്
നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ നിന്ന് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അനുഭവസ്ഥനാണ് ഈ പറയുന്നത്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്തെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത്. അറിയാവുന്നവരൊക്കെ ക്ഷമിക്കുക, ഞാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണിത് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട്. കാര്യം അത്രയ്ക്ക് സുഖമാണ് നമുക്ക് ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഈ സംഭവം വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. അത് 1 കോടി രൂപ അടിച്ചാൽ പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പം എന്താണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്? അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. ഇത് സ്വരസ്ഥാനങ്ങൾ ഉറച്ചതിന് ശേഷം ഇങ്ങനെ പാടിയതിന് ശേഷം അകാരം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ട്. പിന്നെ ഇകാരം, പിന്നെ ഉകാരം, പിന്നെ എകാരം, പിന്നെ ഒകാരം, പിന്നെ ഉംകാരം. ഇങ്ങനെയുള്ള ഈ സംഗതികൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഈ അകാരം, ഇകാരം, ഉകാരം, ഏകാരം, ഒകാരം, ഉംകാരം. ഇത് 4 സ്പീഡുകളിൽ സപ്തസ്വരങ്ങൾ വെച്ചിട്ട് സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. അകാരം അകാരത്തിന് അടുത്ത് നമുക്ക് ഇതേ സ്വരങ്ങൾ വെച്ചിട്ട് ഇകാരം ഉകാരം ഏകാരം ഉംകാരം ഒകാരം ഇങ്ങനെ അകാരം, ഇകാരം, ഒകാരം, ഉകാരം, ഏകാരം, ഉംകാരം, ഉംകാരം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇതിപ്പം ഞാൻ ഇച്ചിരി സ്പീഡിൽ പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതായത് സരെ ഗമ പധ നി സ. ആത്മാർത്ഥമായിട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഡെയിലി ഇതുപോലെ ചെയ്യുക. അതായത് ഇപ്പം 1ാം കാലത്തിൽ, അതായത് സ്ലോ, ഏറ്റവും തീരെ സ്ലോ, സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. ഇങ്ങനെ. അപ്പം ഇകാരം വരുമ്പോഴാണ് ഇങ്ങനെ. അപ്പം എകാരം, ഒകാരം, ഉംകാരം ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പം അകാരം ഒന്നാം കാലം പാടി നമ്മൾ ഒരു ഇച്ചിരി സ്പീഡ് കൂട്ടുക. 2ാം കാലം സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. അങ്ങനെ. അടുത്തത് 3ാം കാലം. അതായത് സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. ഇങ്ങനെ. ഇപ്പൊ 3ാം കാലമായി. 4ാം കാലം കൂടെ നമുക്കൊന്ന് പാടി നോക്കാം. അതായത് ഏറ്റവും സ്പീഡ്. സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ. സരെ ഗമ പധ നി സ നി ധ പ മ ഗ രെ സ.
ഏ ഓ ഏ ഇങ്ങനെ ഈ 4 കാലങ്ങൾ, അതായത് ആദ്യത്തെ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം സ്പീഡുകളിൽ ഈ പറയുന്ന സപ്തസ്വരങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അകാരം, ഇകാരം, ഒകാരം, ഉകാരം, ഏകാരം, ഉംകാരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കാലങ്ങളിൽ, അതായത് 4 സ്പീഡുകളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഞാൻ ഉറപ്പ് വരുന്നു നിങ്ങളുടെ ശബ്ദത്തിന് നല്ല വ്യത്യാസം ഉണ്ടാകും. പാടുന്ന പാട്ടുകൾ, പാടുള്ള പാട്ടുകളൊക്കെ ഈസി ആയിട്ട് പാടി വരും. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദം വഴങ്ങും, നമ്മുടെ തൊണ്ട വഴങ്ങും. ഈ പ്രാക്ടീസുകൾ ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മൾ അഗാധമായിട്ട് പഠിക്കാനൊന്നും വേണ്ട. പക്ഷേ പഠിക്കാനുള്ള സാഹചര്യമുള്ള ആളുകളാണെങ്കിൽ മ്യൂസിക് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പം മ്യൂസിക് അധികം പഠിച്ചില്ല എങ്കിലും നമുക്ക് സിനിമാ പാട്ടുകൾ പാടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചില സെമി ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഉണ്ട് സിനിമയിൽ, അതൊക്കെ പാടാനായിട്ട് ഒരിച്ചിരി പാടാണ്. അത് നമുക്ക് സാധാരണ പാട്ടുകൾ പാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പം സപ്തസ്വരങ്ങളിലൊക്കെ പഠിക്കാത്ത ആളുകൾക്കുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്കൊരു ചെറിയൊരു 4-5 ദിവസത്തെ ഒരു ക്ലാസ് പോലെ ഞാനിപ്പോൾ കുറച്ച് പേർ എടുക്കുന്നുണ്ട്. അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ സപ്തസ്വരങ്ങൾ ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകാരം, ഇകാരം, ഉകാരം, ഏകാരം, ഉംകാരം ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും, ഈസി ആയിട്ട് സാധിക്കും. അത് പ്രാക്ടീസ് ചെയ്ത് ഡെയിലി രാവിലെ പ്രാക്ടീസ് ചെയ്യണം. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാടാൻ സാധിക്കും. ഉറപ്പ് ഞാനാണ്. കാര്യം എൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനീഷ് കുമരകം സിംഗർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ പാടിയിട്ടേക്കുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഠിക്കാനായിട്ട് അതിനകത്ത് ബേസിക് പഠിക്കാൻ താല്പര്യമുള്ളവർ താഴത്തെ നമ്പറിൽ ഒന്ന് വിളിക്കുക. പിന്നെ എൻ്റെ ഒരു അപേക്ഷ എന്ന് വെച്ചാൽ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു, എൻ്റെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്താൻ നിങ്ങൾ മറക്കരുത്. കാര്യം ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസൊക്കെ, നമുക്ക് അടുത്ത പാട്ട് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയെന്നും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ താഴത്തെ നമ്പറിൻ്റെ കാര്യം മറക്കണ്ട. ആർക്കെങ്കിലും ബേസിക്കായി പഠിച്ച് ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, അതായത് സപ്തസ്വരങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അകാരമൊക്കെ നമുക്ക് പാടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സംഭവങ്ങളൊക്കെ ഒരു 4-5 ക്ലാസ് കൊണ്ട് എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ്. അപ്പം നാളെ കാണുന്ന നമ്പർ വിളിക്കുക, ശബ്ദം നല്ല രീതിയിൽ സൂക്ഷിക്കുക, നന്നായിട്ട് പാടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി. അനുഭവസ്ഥനാണ് പറയുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.